ഹേയ്, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടു ഉണ്ട്. അല്ല കിട്ടു. കുട്ടു അല്ല, കിട്ടുവാണ്. അപ്പോൾ കുട്ടു വരാ, അവൻ്റെ ചേട്ടനാണ് കിട്ടു. അപ്പോൾ കിട്ടു ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുമിച്ച് കാണാനായിട്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഒരിത്തിരി സന്തോഷം. കിട്ടു സന്തോഷമാണോ? സന്തോഷമാണ്. പിന്നെ ഇന്ന് സ്കൂളിൽ പോയില്ലേ? സ്കൂളിൽ പോയി അങ്കിളുടെ വരുമോ? സ്കൂളിൽ പോയെങ്കിൽ അങ്കിളിൻ്റെ കൂടെ വരുമെന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങും. എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങും. അപ്പോൾ കൂട്ടുകാരെ നല്ല മാർക്ക് വാങ്ങുമല്ലോ. എല്ലാവരും നല്ല മാർക്കൊക്കെ വാങ്ങണം കേട്ടോ, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇന്നൊരു പുതിയ കഥ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആകാശകന്യകയുടെ കഥയാണ്. എന്താ? അപ്പോൾ നീ എന്തോന്ന് കന്യക കേട്ടിട്ടുണ്ട്? അവന് മത്സ്യകന്യകയെ അറിയാം. അപ്പോൾ ആകാശകന്യക കേട്ടിട്ടില്ല. മത്സ്യകന്യക എവിടെയാണ് താമസിക്കണേ? കടലിൽ. കടലിൽ. അപ്പോൾ ആകാശകന്യക എവിടെ താമസിക്കുമായിരിക്കും? ആകാശത്തിൽ. ആകാശത്തിൽ. അപ്പോൾ ആകാശത്തിൽ താമസിക്കുന്ന ഒരു കന്യകയുടെ കഥയാണ്. അതാണ് ആകാശകന്യക. ശരി. അപ്പോൾ ഒരിക്കൽ ഈ പശ്ചിമ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥയാണ്. പശ്ചിമ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലെ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥയാണിത്. അവരിങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും സത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. പറയാം. അപ്പോൾ ഒരിക്കൽ പിന്നെ ഒരു ക്ഷീരകർഷകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എന്താണ്? ചീര കൃഷി ചെയ്യുന്ന ആളെന്നാണ് അവൻ പറയുന്നത്. ക്ഷീരകർഷകൻ എന്ന് പറഞ്ഞാൽ ചീര ഉണ്ടാക്കുന്ന ആളല്ല, പിന്നെ പാൽ കച്ചവടക്കാരൻ. മനസ്സിലായോ? അപ്പോൾ പാൽ കച്ചവടക്കാരൻ, അദ്ദേഹത്തിന് ഒരുപാട് പശുവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിറയെ പാല് തരുന്ന പശുക്കളാണ്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ പശുക്കൾ ശരിയായിട്ട് പാല് തരുന്നില്ല, പാലിൽ കുറവ് സംഭവിക്കുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോൾ പാൽ എന്തിനാണ് ഇങ്ങനെ കുറയുന്നത്? രാത്രിയാകുമ്പോൾ ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടായിരിക്കും ഉറപ്പായിട്ടും. അങ്ങനെ ഈ കർഷകൻ അത് കണ്ടുപിടിക്കാനായിട്ട് രാത്രിയിൽ കാവലിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒളിച്ച് കാവലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നോക്കിയപ്പോൾ ആകാശത്തിൽ നിന്നും ഒരു കന്യക ഇറങ്ങി വരുമ്പോൾ അവളുടെ കയ്യിൽ വലിയൊരു കലവുമുണ്ട്. ആ കലം കൊണ്ടുവന്നിട്ട് അവൾ ഇങ്ങനെ പാല് കറന്നെടുത്ത് ആ കലം നിറച്ച് കൊണ്ട് തിരികെ പോകുന്നത് കണ്ടു. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് പാല് കുറയുന്നത്. ആകാശകന്യക മോഷ്ടിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഇനി ഇവൾ വരികയാണെങ്കിൽ അവളെ പിടിക്കണം എന്ന് വിചാരിച്ചു ഈ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു പറയുമ്പോൾ ഒരു വലയൊക്കെ സംഘടിപ്പിച്ച് രാത്രിയിൽ വീണ്ടും അവിടെ കാവലിരിക്കാൻ തുടങ്ങി. അപ്പോൾ അതാ വരുന്നു ആകാശകന്യ. കയ്യിലെന്തുണ്ട്? കലമുണ്ട്. എന്തിനാണ്? പാല് മോട്ടിക്കാൻ. അപ്പോൾ പാല് മോട്ടിക്കാനുള്ള കലവും കൊണ്ട് വരികയാണ് ആകാശകന്യക. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആകാശകന്യക വന്നിറങ്ങിയിട്ട് പശുവിൻ്റെ അടുക്കിലേക്ക് പോയി പാല് കറക്കാൻ തുടങ്ങിയതും കയ്യിലിരുന്ന വല ഇങ്ങനെ മീനിനെ പിടിക്കുന്നത് പോലെ ഒറ്റ വീശി കൊടുത്തു. ആ വീശി ഈ വല ചെന്ന് വീണത് കന്യകയുടെ ദേഹത്താണ്. അങ്ങനെ കന്യക വലയ്ക്കകത്ത് കുടുങ്ങി. ഇദ്ദേഹം ഓടിച്ചെന്ന് ആ വല മുറുക്കി കെട്ടി. നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ ഒരു ആകാശകന്യക. അപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര അതിശയമായി. ഇത്രയ്ക്കും സുന്ദരിയാണോ ആകാശത്തിലെ കന്യക? അപ്പോൾ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ആകാശകന്യകയാണ്. നീ എന്തിനാണ് എൻ്റെ പശുവിൻ്റെ പാല് മോഷ്ടിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ആഹാരം കുറവാണ്, അപ്പോൾ ആ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് പാല് ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, തെറ്റാണെന്നറിയാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം, ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് ചോദിച്ചു ഈ കർഷകൻ. അപ്പോൾ അവൾ പറഞ്ഞു, എന്തു വേണമെങ്കിലും തരും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുന്ദരിയായ നീ എൻ്റെ ഭാര്യയായി മനുഷ്യനായി ഇവിടെ താമസിക്കണം, മനുഷ്യ സ്ത്രീയായി എൻ്റെ ഒപ്പം താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വലിയ സങ്കടമായി. അവൾ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ഭാര്യയായി ഇവിടെ താമസിക്കാം, പക്ഷേ 3 ദിവസത്തെ അവധി എനിക്ക് തരണം എന്ന് പറഞ്ഞു. 3 ദിവസത്തെ അവധി തരണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെന്തിനാണെന്ന് ചോദിച്ചു. അത് ചോദിക്കണ്ടേ? ചോദിക്കണം. അപ്പോൾ പറഞ്ഞു,
അപ്പോൾ എന്തു പറഞ്ഞെന്നറിയാമോ? അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറയണം, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ ഭാര്യയായി ഈ ഭൂമിയിൽ ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ ഞാൻ തുറന്നു വിടാമെന്ന് പറഞ്ഞു. കെട്ടൊക്കെ അഴിച്ചു വലയിൽ നിന്നും മോചിതയാക്കി അവൾ അങ്ങനെ ആകാശത്തിലേക്ക് പറന്നുപോയി. പോയിട്ട് പറഞ്ഞതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കല്യാണം കഴിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഭൂമിയിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ വന്ന സമയത്ത് ഈ കന്യകയുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് ഈ പെട്ടിയിൽ? അവൾ പറഞ്ഞു, എൻ്റെ ആകാശത്തിലെ ഭവനത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ആ ആകാശഭവനം ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. എനിക്ക് നിങ്ങളോടൊരു കണ്ടീഷനുണ്ട്, നിബന്ധന ഉണ്ട്. എന്താണെന്നറിയാമോ? എന്താ? ഈ പെട്ടി നിങ്ങൾ ഒരിക്കലും തുറക്കരുത്, തുറക്കുന്ന നാളിൽ ഞാൻ തിരികെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിൻ്റെ സന്തോഷത്തെ ഞാൻ കെടുത്തില്ല, നിൻ്റെ സന്തോഷം അതുപോലെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ചയായി. ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ആകാംക്ഷ. എന്തായിരിക്കും? പെട്ടിക്കുള്ളിൽ എന്ത്? പെട്ടിക്കുള്ളിൽ എന്താണ്? അതൊന്ന് തുറന്നു നോക്കാനായിട്ടുള്ള വലിയ താല്പര്യം. ഇദ്ദേഹം എന്തെന്നറിയാമോ? ഈ ആകാശകന്യക പിന്നെ പുറത്തു പോയ സമയം നോക്കി ഈ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒന്നുമില്ല. ഭയങ്കര ദേഷ്യമായി. അപ്പോൾ കന്യക വന്നു, കന്യകയോട് ചോദിച്ചു, നീ അല്ലേ പറഞ്ഞത് ഈ പെട്ടിക്കുള്ളിൽ നിൻ്റെ ഭയങ്കര സമ്പാദ്യമാണ്, സന്തോഷമാണെന്നൊക്കെ? ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളത് തുറന്നോ? അപ്പോൾ പറഞ്ഞു, ഞാൻ തുറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതിനുള്ളിൽ എൻ്റെ ആകാശത്തിലെ വായു ഉണ്ടായിരുന്നു, എൻ്റെ ആകാശത്തിൻ്റെ സൗന്ദര്യമുണ്ടായിരുന്നു, എൻ്റെ ആകാശത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അത് നിങ്ങൾ തുറന്നു വിട്ടു. നിങ്ങളോട് ഞാൻ പറഞ്ഞു തുറക്കരുത്, തുറന്നാൽ എന്ത് ചെയ്യും? പൊയ്ക്കളയുമെന്ന് പറഞ്ഞു. അതുപോലെ കന്യക പറഞ്ഞു, ഞാൻ പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് ആ സുന്ദരിയായ കന്യക ആകാശത്തിലേക്ക് തിരികെ പോയി. ഈ മനുഷ്യന് വലിയ സങ്കടമായി. അവൻ ചെയ്ത തെറ്റോർത്ത് വല്ലാതെ വേദനിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? വിശ്വാസവഞ്ചന അത് ഈ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അത് കൂട്ടുകാരോടായാലും ശരി, കുടുംബത്തിലായാലും ശരി, നമ്മൾ പഠന മേഖലയിലായാലും ശരി, തൊഴിൽ മേഖലയിലായാലും ശരി, വിശ്വാസവഞ്ചന ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ്, അല്ലേ? നമുക്കറിയാം, ബൈബിളിൽ ആദം ഹവ്വ അവരോടും ദൈവം പറഞ്ഞു, ഏറ്റവും സുന്ദരമായ ഒരു ഇടം സൃഷ്ടിച്ചു കൊടുത്തിട്ട് ഏദൻ തോട്ടം ഉണ്ടാക്കി കൊടുത്ത് അവിടെ താമസിക്കാൻ പറഞ്ഞു. പക്ഷേ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു, അല്ലേ? അനുസരണക്കേട് അവർ കാണിച്ചു, അവർ പുറത്തായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം ഇതാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ബൈബിളിൽ ആദം ഹവ്വ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷ എന്ത്? കണ്ടെത്തുക, ഉത്തരം എഴുതുക, സമ്മാനമുണ്ട്. അപ്പോൾ അതുവരേക്കും നമ്മൾ വീണ്ടും കാണും. ഓക്കെ, ടാറ്റാ.